ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഞ്ഞിയുടെ വക ഞാൻ പറയാം. അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മള് ഫുൾ പ്ലാനിങ്ങിലൂടെയാണ് പോണത്. ആദ്യം തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി നോക്കാൻ പോകുന്നുണ്ട്. അല്ലേട്ടാ, വണ്ടി ഒരെണ്ണം നോക്കണം. പുതിയത് കുറെ നാളായിട്ട് ഓടിച്ചു കിടക്കുന്നു. ഒരു നല്ല വണ്ടി എടുക്കണമെന്ന് ഒരാഗ്രഹം. അറിയില്ല, എടുക്കും എന്തായാലും. ഡിസംബറിൽ നമ്മള് വെക്കേഷൻ പോകുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാ വണ്ടികളുടെ റേറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കി വെക്കാനും കൂടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പോണത്. അപ്പോ വെക്കേഷൻ കഴിഞ്ഞ് ഡിസംബറിൽ പോയി ജനുവരി തിരിച്ചു വന്നിട്ട് നമ്മൾ എന്തായാലും ഒരു വണ്ടി എടുക്കുന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. എന്തായാലും എത്രത്തോളം സക്സസ് ആവുന്ന അറിയില്ല, പക്ഷെ എന്തായാലും എടുക്കുന്നുള്ള ഒരു ഹോപ്പ് ഉണ്ട്. അത് ആവട്ടെ അല്ലെ? അപ്പൊ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് എവിടുന്ന് കഴിക്കും, അതാണ് നമ്മുടെ ഡിസ്കഷൻ. എവിടുന്ന് കഴിക്കുന്ന ഒരു ഐഡിയ അല്ല. എന്തായാലും ഷാബിയയിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അവിടുന്ന് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ കയറും. ഇന്ന റെസ്റ്റോറന്റ് ഒന്നും ഇല്ല. അല്ല, ഓപ്പൺ അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഇന്ന റെസ്റ്റോറന്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ അതിൽ കേറാം എന്നുള്ളൊരു പ്ലാനിങ് ആണ്. ഈ റൂട്ടാണ് നമ്മള് ഷാബിയക്ക് പോണത് കേട്ടാ. കുഞ്ഞി ഹാപ്പിയാണോ? കുഞ്ഞി കുഞ്ഞി എല്ലാരും ഹാപ്പിയാണ്. നീ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ ഒഴിച്ച് ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ട് ബെൽജിയും കൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. കാരണം ഫൈൻ കിട്ടി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. കുഞ്ഞിനെ കൊണ്ടിരിക്കുന്നല്ലേ, കുഞ്ഞിനെ കാഴ്ച കാണാൻ വേണ്ടി ഇരിക്കുന്നല്ലേ. ബാക്കിൽ കാണാൻ പറ്റില്ല ശരിക്കും. മുന്നിലിരിക്കുന്ന പോലെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാം. ഫൈൻ അടിച്ച് കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് തരണ്ടേ, അപ്പൊ അങ്ങോട്ട് കൊടുത്താ. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയതാട്ടാ, കാരണം ഞാൻ എപ്പൊക്കെ ഷാബിയയിൽ വന്നിട്ടുണ്ടോ അപ്പൊക്കെ എനിക്ക് റൂട്ടൊന്നും മനസ്സിലാവില്ല. ഷാബിയ ഇപ്പൊ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാം. 10, 9 ഷാബിയ 10 എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ വരുമ്പോ എനിക്ക് എല്ലാം ബിൽഡിങ്ങും ഒരേപോലെ, എല്ലാം ഗല്ലികളൊക്കെ ഒരേപോലെ ഇരിക്കും. എന്റെ ഫീലിംഗ് ആണ്. ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അല്ലേ? എനിക്ക് സുഖമല്ല. ജോക്കൂട്ടന് എങ്ങനെയാ തോന്നിയേക്കണേ? ജോക്കൂട്ടാ 10 കൊല്ലമായിട്ട് അവിടെ ഇതുവരെയായിട്ട് അവൾക്ക് ഷാബിയ 9 10 അതൊന്നും ഒരു ഐഡിയ ഇല്ല. അല്ല, എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഞാനിപ്പോ നമ്മളിപ്പോ ഒരു ടേണിങ് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിക്കോടെ, അതിന്റെ ഉള്ളിക്കോടെ ഇതിന്റെ ഉള്ളിക്കോടെ ഒക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് വഴി അറിയില്ല. ഇപ്പൊ ജോക്കൂട്ടിനോട് ചോദിച്ചാലും ജോക്കൂട്ടിന് അങ്ങനെ തന്നെ പറയുള്ളൂ. അല്ലാടെ ജോക്കൂട്ടാ? എനിക്ക് കാണുമ്പോ മനസ്സിലാവും. ഏത് സ്കൂള്? ഇവിടെ എല്ലായിടത്തും ഒരേ സ്കൂളുകളുണ്ട്. ടണ്ണിലുണ്ട് ഒരു സ്കൂള്, ഇഫിയ ഫ്യൂച്ചർ. പിന്നെ ഷാബിയ ക്യൂവലുണ്ട്, മോഡൽ സ്കൂളുണ്ട്, സൺറൈസ് ഉണ്ട്, അല്ല മറ്റേ ഷൈനിങ് സ്റ്റാർ ഉണ്ട്. ഇപ്പൊ സൺറൈസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ജോകൂട്ടന്റെ സ്കൂളൊന്ന് മാറ്റാൻ നോക്കുന്നുണ്ട്. അപ്പൊ സൺറൈസിലേക്ക് നോക്കണത് തന്നെ. കിട്ടിയ ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാന്ന് വിചാരിക്കണം. ഇവിടെ പുതിയ റെസ്റ്റോറന്റ് കയറി തുടങ്ങിയത്. ഇവിടെ പാനൂരുണ്ട്, പച്ചമങ്ങ ഓപ്പൺ ആയിട്ടില്ല. പാനൂര് അല്ല, പാനൂര് പോയിട്ടുണ്ട്, പയ്യന്നൂര് പോയിട്ടുണ്ട്. പോവാത്ത സ്ഥലത്തേക്ക് പുതിയത് ഓപ്പൺ ചെയ്യണ്ടല്ലോ. അത് ഓപ്പൺ ആയാവോ? നമ്മുടെ വഴിയോര റെസ്റ്റോറന്റ് തൊട്ടപ്പുറത്ത് ഓപ്പൺ ആയോന്ന് അറിയില്ല. എവിടെന്നെങ്കിലും കിട്ടിയാ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് ആയിരിക്കണം മാത്രം ഫുഡ്.
ആ സഫാരി ഓക്കെ. സഫാരി വരെ. കുഞ്ഞു ഓക്കെ, സഫാരി ഓക്കെ, കുഞ്ഞു ഓക്കെ. കുഞ്ഞുസേ സഫാരി ആയാലോ? സഫാരി ആകുമ്പോ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഒട്ടും ലേറ്റ് ആക്കില്ല അവര്. പട്ടപ്പട്ടയും സാധനം തരും. അഫോർഡബിൾ പ്രൈസ് ആണ്. അത്യാവശ്യം നല്ല ഫുഡ് ആണ് അവർക്ക്. നമ്മൾ ഇടയ്ക്കിടയ്ക്കിട്ട് വരാറുണ്ട്. ഇന്നും അവിടേക്ക് തന്നെ കയറിയാലോ എന്ന് വിചാരിച്ചു. ഇവിടെ പാർക്കിംഗ് ഇതാണ് സഫാരി റെസ്റ്റോറന്റ്. കിട്ടാനാണ് ബുദ്ധിമുട്ട്. കുഞ്ഞൂസ് വ്ലോഗ് കുടിക്കാം. ശരിക്കും ഈ റെസ്റ്റോറന്റ് ഞങ്ങളാണ് ഓപ്പൺ ചെയ്തത്. കാരണം ഇത് ഓപ്പൺ ചെയ്യല്ല, ഇവരുടെ അപ്പുറത്തുണ്ട്, അപ്പുറത്ത് ഫുള്ളാ. അപ്പോൾ അവർ ഇപ്പുറത്തേക്ക് ആക്കി. ഇത് ഫാമിലിക്ക് മാത്രമുള്ള ഒരു ഏരിയ ആണ്. ഫാമിലി മാത്രമല്ല ബാച്ചിലേഴ്സും വരുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കുള്ള സ്ഥലമാണ്. അപ്പുറത്ത് ബാച്ചിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതവര് ക്ലീനിങ്ങും ഇതൊക്കെ ആയിട്ട് അടച്ചൊക്കെ ആണ്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് പോയി അവിടെ ഒരു രക്ഷയില്ല, ഒതുക്കി തിരക്കാം. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ് ഇവിടേക്ക് തന്നെ വന്നു, ഇവിടെ ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നതാണ് കേട്ടോ. ഞങ്ങളാണ് ഇവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ. കത്താനറിയാം ഇവർക്ക് എങ്ങനെയായിരിക്കുന്നു. എന്തായാലും ഐശ്വര്യത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. നമ്മളായത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്ഥിരം റെസ്റ്റോറൻ്റ് ആണ്. അല്ല സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മുടെ ഒരു സ്പോട്ട്. അവിടേക്ക് പോയി ഭക്ഷണം കഴിക്കും. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് വരും. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ആവും, കുറേ അടച്ചൊക്കെ പോകും. ഇവർ കുറേ നാളായിട്ടുള്ളതാണ്. ഞാൻ വന്ന ടൈം തൊട്ട് ഇവർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ അന്ന് തൊട്ടേ നമ്മളിവിടെ വന്ന് പരിചയമുണ്ട്. പിന്നെന്താ ഇവിടെ ഈ പറഞ്ഞോണം എന്തോരോ റെസ്റ്റോറൻറ്റുകളാണെന്ന് പറയുമോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും ഉണ്ടാവില്ല ഇത്രയും മലയാളി റെസ്റ്റോറൻറ്റുകൾ. മലയാളികൾ മാത്രമല്ല, ബാക്കിയുള്ള രാജ്യങ്ങളിൽ എല്ലാ റെസ്റ്റോറൻറ്റുകളും നമുക്ക് പോകാറുണ്ട്, കഴിക്കാറുണ്ട്. കുറേയൊക്കെ നല്ല ഫുഡുകൾ തന്നെയായിരിക്കും ഉണ്ടാവും. പിന്നെ ഈ പൈസ കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇതൊരു പ്രമോഷനൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു ഇത് പറഞ്ഞുള്ളൂ. കുഞ്ഞിക്കുള്ള ചെയർ കിട്ടി. കുഞ്ഞി ഹാപ്പി. കുഞ്ഞി സന്തോഷായ? സന്തോഷായ? ഇനി എടുത്തു തുടങ്ങണ്ട. പോയില്ലേ നീ എന്ത് ചെയ്യും? ഇനി എടുക്കണ്ട, അത് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇടുന്നത് താഴെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇനി എന്നോട് ചോദിക്കരുത്, നീ എടുക്കില്ല. സൂപ്പറാണോ? സൂപ്പറാണോ? നല്ല മുരിഞ്ഞ് അടിച്ച പൊറോട്ട അല്ലേ? കറി വന്നിട്ടില്ല, കറി ഇപ്പൊ വരും. ചിക്കൻ കറി, മട്ടൻ കറി ഒഴിച്ചിരുന്നോ? ഇത് വരട്ടിയതാന്നല്ലോ പറഞ്ഞ. റോസ്റ്റ് പോലെ അങ്ങനെ ഡ്രൈ അല്ല, ഒരു സെമി ഗ്രേവി പോലെ. കുഞ്ഞിക്ക് കൊടുക്കാൻ. കുഞ്ഞിക്ക് അങ്ങനെ ഫുഡും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് ബാക്കിലേക്ക് പോന്നു. ഇനിയിപ്പൊ ഞാൻ മുന്നിലിരുന്നിട്ട് ആൾക്കൊരു വിഷമം വേണ്ട, അങ്ങനെ ഞാൻ ബാക്കിലേക്ക് പോകുന്നതാ. എനിക്ക് വിഷമമുണ്ടായിട്ടല്ല, പോലീസ് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഉപരി സേഫ്റ്റി. സേഫ്റ്റിയാണ്. ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടല്ലേ? അതെ അതെ, ബുദ്ധിമുട്ടാ. ഇനി ഡയറക്റ്റ് നമ്മൾ പോണത് ആദ്യം എവിടേക്ക് പോണേട്ടോ? ഫസ്റ്റ് ആദ്യം മിത്സുബിഷി ജീലി അതൊക്കെ ഒരു ഇതില്ല. അപ്പൊ അവിടേക്കൊന്ന് പോയിട്ട്
ആദ്യം നമ്മുടെ വണ്ടി നോക്കാം. മിത്സുബിഷി, പിന്നെ ജീലി ഞാൻ ആദ്യമായിട്ട് കണ്ടാട്ടാ. ഇന്നലെ ഒക്കെ കാണിച്ചു തന്നായിരുന്നു വണ്ടി. അടിപൊളി വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ചേട്ടാ ഈ റൗണ്ട് ബോട്ടിലല്ലേ ഭയങ്കര ട്രാഫിക് ഉള്ള? അവിടെ ഇതില് ഭയങ്കര തിരക്കാ. കാരണം ഒന്നാമത്തെ കാരണം എന്താ അറിയോ, ഇവിടെ ഈ റൗണ്ട് അബൌട്ടൊക്കെ മാറ്റുന്ന ടൈം പണ്ട് കഴിഞ്ഞു. ഇവിടെ വല്ല സിഗ്നൽ വെക്കണം. എപ്പോ വന്നാലും ഇവിടെ ഒടുക്കത്തെ തിരക്കായി. ഒന്നാമത്തെ കാരണം ഈ എല്ലാ റൗണ്ട് അബൌട്ട് കഴിയണ പാടെ തന്നെ പെഡിസ്ട്രിയൻ ക്രോസിംഗ് വെച്ചൊക്കെ വരും. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ വണ്ടികൾ അതിനനുസരിച്ച് ഇവിടെ പെന്നെ ഇവിടെ പെഡിസ്ട്രിയന് മുൻഗണന കൊടുക്കണ്ടെന്ന് പറയാനില്ല. പക്ഷെ ഇങ്ങനെ റൗണ്ട് അബൌട്ട് കഴിഞ്ഞ പാടെ തന്നെ ഒരിക്കലും പെഡിസ്ട്രിയൻ ക്രോസിംഗ് കൊടുക്കണമെങ്കിൽ അവര് വല്ല ബ്രിഡ്ജ് പോലെ കൊടുക്കുക, ക്രോസ് ചെയ്ത് കിടക്കാനുള്ളത്. അപ്പൊ വണ്ടികള് തടസ്സമില്ലാതെ പൊക്കോളും. ഇത് മുട്ടിന് ഇങ്ങനെ കൊടുത്തിട്ട് ഉള്ള വണ്ടികളൊക്കെ ഇവിടെ ബ്ലോക്ക് ആയി കൊടുക്കും. ഫൈൻ അടിക്കൂട്ടാ. നമ്മള് വണ്ടി നിർത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കില്ലേ? ഫൈൻ അടിക്കും. അതും 400-500 റംസ് ഒക്കെയാണ് ഫൈൻ. പിന്നെ ബ്ലാക്ക് പോയിന്റും ഉണ്ടാവും. അപ്പൊ ഇവര് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണേന്ന് അറിയില്ല. കാരണം ഇവര് സാധാരണ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ജസ്റ്റ് ഓരോ ബ്രിഡ്ജ് കൊടുത്താൽ മതി പെഡിസ്ട്രിയന് ക്രോസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ പകുതിയിലധികം ട്രാഫിക് കൂടെ കുറയും. ഇതിപ്പോ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കടന്നു കഴിയുമ്പോഴേക്കും അടുത്ത ആള് വരണ്ടാവും. അപ്പൊ എന്താ വണ്ടിക്കാരനെ അങ്ങോട്ട് കടന്നു പോകാനുള്ള ടൈം കിട്ടില്ല, ഇങ്ങനെ ബ്ലോക്കായി നിൽക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ സൈഡിലേക്കും ഉണ്ട് കേട്ടോ. ഇപ്പൊ റൗണ്ട് അബൌട്ട് തിരിയണ എല്ലാ ഭാഗത്തും തിരിയുമ്പോ തന്നെ ഈ പെഡിസ്ട്രിയൻ ക്രോസിംഗ് വെച്ചേക്കാണ്. അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ബ്ലോക്കിന് കാരണം. ഇവിടെ ഈ 2-3 സിഗ്നല് അപ്പുറം, അതാണ് ഇവിടുത്തെ ബ്ലോക്ക്. പിന്നെ അപ്പുറത്തുണ്ട് സനയുടെ ഭാഗത്ത് ഫസ്റ്റ് സിഗ്നലിന്റെ അവിടെയും ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ പിന്നെ അപ്പൊ പരമാവധി ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് കുറയുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കുറച്ചും കൂടെ വേണ്ടി ചെല്ലുമ്പോൾ പെഡിസ്ട്രിയൻ ക്രോസിംഗ് കാണിച്ചു തരാം. റൗണ്ട് ഔട്ട് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ പെഡിസ്ട്രിയൻ ക്രോസിംഗ് ആണ്. അപ്പൊ എന്താ ആൾക്കാർ ഇങ്ങനെ ഒരാള് മറ്റേ ഉറുമ്പ് പോണതാണ്, ഒരാള് കടന്നു കഴിയുമ്പോ അപ്പളേക്ക് അടുത്ത ആള് വന്നിട്ടുണ്ടാവും. അപ്പൊ വണ്ടിക്ക് നീങ്ങാനുള്ള ടൈം കിട്ടണില്ല. ഇപ്പൊ പിന്നെ ഒരു ഇച്ചി മൂവ്മെന്റ് ഉണ്ട്. വൈകുന്നേരങ്ങളിലൊന്നും ഒരു രക്ഷ ഉണ്ടാവില്ല. ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയിട്ടോ ഒക്കെ അനങ്ങില്ല വണ്ടി. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കും. അപ്പൊ കിട്ടണ റൈറ്റ് സൈഡിൽ കാണിച്ചാല് അത് കടക്കേണ്ടത് അവിടെ, അത് കടക്കേണ്ട തന്നെ പെഡിസ്ട്രിയൻ ക്രോസിംഗ് ആൾക്കാർ കടക്കുന്നു പോകണ. അതേപോലെ തന്നെ ഇവിടെ നോക്കി ഇവിടെ ക്രോസ് ചെയ്യുമ്പോ തന്നെ വണ്ടികൾ നിർത്തിക്കണ കണ്ട ആ വെച്ചത് ക്യാമറയാണ്. അവിടെ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതേപോലെ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോണേ ഇവിടെയാണ് പിന്നെ ഒരു ഇച്ചിരി തിരക്ക് കുറവുണ്ടാകും. കാരണം ഇവിടെ അധികം ഇതില്ല. അതേ കണ്ട നമ്മള് കിടക്കുമ്പോ തന്നെ അതേപോലെ ചേട്ടൻ തന്നെ ഉണ്ടാകും. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇതുകളും ബ്ലോക്കാണ്. ആള് ഇങ്ങോട്ടൊക്കെ നടന്നു ഇങ്ങനെ പിടിച്ച്. എനിക്ക് നാളെ ഇവിടെ വെച്ച് ഒരെണ്ണടിച്ച ഞാൻ കണ്ടില്ല ഒരാള് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ചവിട്ടി. പക്ഷെ അതിക്ക് മുന്നേ അയാള് കിടക്കണ്ടാവും. നമുക്ക് ഒരു വട്ടം കിട്ടിയിട്ടുണ്ട്. അന്ന് നമ്മള് കണ്ടില്ല സത്യത്തില്. അവരെ കണ്ടപ്പോഴേക്കും നമ്മൾ ചവിട്ടി നിർത്തി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ബാക്കിൽ ആള് കണ്ടായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് ഫൈൻ വന്നപ്പോഴാണ് 400 റംസും 6 ബ്ലാക്ക് പോയിന്റും കിട്ടിയത്. ഇവിടുത്തെ ഏറ്റവും വലിയ മാളുകളിലൊന്ന് ഡൽമ മാള്. ഇത് ശരിക്കും പരന്നിട്ടാ കിടക്കുന്നത്, അല്ല നീളത്തിലാ കിടക്കുന്നത്. ഈ അറ്റത്തുനിന്ന് ആ അറ്റത്തേക്ക് നടന്നാറ്റില്ല, അത്രയും ദൂരമുണ്ട്. കാണാൻ പറ്റുമോ എനിക്കറിയില്ല. നമ്മൾ തിരിയുണ്ടാ? നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം. ഓക്കെ. അപ്പൊ എപ്പോഴെങ്കിലും ഈ വഴി പോവാണെന്നുണ്ടെങ്കിൽ ഈ ഡൽമ മോളൊന്ന് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വണ്ടി എടുത്തപ്പോ, അബുദാബിയിൽ വണ്ടി എടുത്തപ്പോ ഫസ്റ്റ് നമ്മൾ ഇവിടേക്കല്ലോ വന്നേ. അല്ല, ഈ മാളിക്ക് ആദ്യമായിട്ട് വന്നത് ഈ മാളിക്കല്ല. ഇവിടേക്ക് വന്നാൽ ഒരു വട്ടം നമുക്ക് അറിയാതെ വഴിയൊക്കെ തെറ്റി. അറിയാണ്ട് വഴി തെറ്റി ഡൽമ മോളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു. ഈ ഒന്നാമത് എങ്ങോട്ടാ തിരിക്കണ്ടേ, എങ്ങോട്ടാ പോണ്ടേ, തിരിഞ്ഞ ഫൈൻ അടിക്കുക എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു.
പിന്നെ കുഴപ്പമുണ്ടായില്ല. ഫസ്റ്റ് ഡെൽമ മോൾ എത്തിയപ്പോ എന്റെ അമ്മയോ ഒരു രക്ഷ ഉണ്ടായില്ല. നമ്മള് നടന്ന് നമ്മുടെ ഊപ്പാട് പോവും. അതുകൊണ്ട് ഡെൽമ മോളിക്ക് അധികം അങ്ങോട്ട് പോവാറില്ല. മാക്സിലേക്ക് പോവാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മള് ഡെൽമ മോളിലേക്ക് വരും. അല്ലെങ്കിൽ സാധാ എവിടേക്കെങ്കിലും വല്ല മോളിലേക്കോ അങ്ങോട്ടൊക്കെ പോവാറുള്ളൂ. നമ്മൾ ആദ്യം ടൊയോട്ടയിലേക്ക് പോണേട്ടാ. പിന്നെ മിത്സുബിഷി അല്ലേ? ടൊയോട്ടയുടെ അപ്പുറത്ത് തന്നെയാട്ടാ മിത്സുബിഷി അല്ലേ? അല്ലേ? മിത്സുബിഷി ജാക്ക് അതൊക്കെ ഒരു ഇതിലാണ് കിടക്കുന്നത്. ടൊയോട്ടയുടെ ഷോറൂമാണ് ഇവിടെ. നമ്മ വന്ന് നോക്കിയതാണ് കേട്ടോ. അതെ, എല്ലാം വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും പ്രാബല്യത്തിലായില്ല എന്ന് മാത്രം. സമയമാകുമ്പോ എല്ലാം നടക്കണു. അതെ, സമയമാകുമ്പോ എല്ലാം നടക്കും. സാധനം വാങ്ങുമ്പോ ഓടിച്ചൊന്നും വാങ്ങിയിട്ടില്ല. നമ്മ അതിനെ കുറിച്ച് പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് നമ്മളെ കൊണ്ട് അത് അടയ്ക്കാൻ പറ്റുമോ, മീൻസ് ഇപ്പൊ എനിക്ക് തോന്നല്ല എല്ലാവരും റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി എടുക്കുന്നത്. 90% ആൾക്കാരും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടയ്ക്കുക. അപ്പൊ നമുക്കത് അടയ്ക്കാനുള്ള ഇത് ഉണ്ടോ, നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വേണ്ട നമ്മൾ എടുക്കാൻ. അല്ലാതെ ഓടിച്ചെന്ന് നമ്മൾ എടുത്തിട്ട് ലാസ്റ്റ് ആക്കിയോ എന്നുകൊണ്ട് പറ്റില്ലേ എന്ന് പറഞ്ഞ് ഉള്ളത് പോയി ഇല്ലാത്ത അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാത്തിനും തൽക്കാലത്തേക്ക് ഇപ്പൊ ഒരു വണ്ടി ഉണ്ട്. സമയമാകുമ്പോ നമ്മൾ നല്ലൊരു വണ്ടി എടുക്കും. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. കൂട്ടം വണ്ടി ഓടിക്കാൻ പോവാ. സ്മൂത്ത് ആണ്, പക്ഷെ എന്തോ ഒരു സൗണ്ട് വരുന്നില്ല. പുറത്തെ സൗണ്ട് വരുന്നില്ലേ? ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് 20% അടയ്ക്കണം. ചേട്ടൻ ജെല്ലി അല്ലേ എടുക്കാൻ പോണേ? സോറി, ജീലി. എങ്ങനെയുണ്ട്? അടിപൊളി വണ്ടി. എനിക്ക് ഞാൻ ഓടിച്ച ഇപ്പൊ ഞാൻ കുറെ വണ്ടികൾ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ വണ്ടികൾ ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു വണ്ടി ഇതാണ്. കാരണം 1.5 ലിറ്റർ ടർബോ എഞ്ചിനാണെങ്കിലും അതിന്റെ പവർ ഉണ്ട്. കാല് കൊടുക്കുമ്പോൾ പറക്കണം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് വണ്ടിയിൽ. നല്ല എന്താ പറയാ, ഒട്ടുമിക്ക ഫീച്ചേഴ്സും പുതിയതുണ്ട്. പിന്നെ നല്ല സുഖമാണ് വണ്ടിയിൽ വണ്ടി ഓടിക്കാനും. കംഫർട്ട് നല്ലത്, നല്ല റിജിഡിറ്റി ഉണ്ട്, നല്ല ഐ ലൈക്ക് ഇറ്റ് മൊത്തത്തില്. ഞാൻ കൂൾ ഡ്രൈവ് എന്ന് പറഞ്ഞ മോളിലാണ് ഓടിച്ചു നോക്കിയത്. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ഫീലിംഗ് തോന്നുന്നുണ്ട് എല്ലാം കൊണ്ടും. നമ്മളിത് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വണ്ടിയല്ലേ നമ്മള് കണ്ടേ? ഇന്നിപ്പോ രണ്ടാമത്തെ വണ്ടിയാണ് പോയി കണ്ടത്. ആദ്യം കണ്ടത് നമ്മള് മിത്സുബിഷിയുടെ ഏതായിരുന്നു? മിത്സുബിഷിയുടെ ASX വണ്ടി. പിന്നെ ഓട്ടോ പാർക്കിംഗ്, മറ്റേ ക്രൂസ് കൺട്രോള്, മറ്റേ സ്പീഡ് ലിമിറ്റ് അസിസ്റ്റന്റ്, 360 ക്യാമറ, പിന്നെന്താ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. സീറ്റ് വെന്റിലേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ജത്തൂർ അല്ലേ? അല്ലെങ്കിൽ ഷെവർലറ്റ് കേട്ടോ. എവിടേക്കെങ്കിലും ഒക്കെ പോവും. ഇതിപ്പോ നമ്മൾ രണ്ടാമത്തെ വണ്ടി കണ്ടു. ഇനി ഇത് മൂന്നാമത്തെ വണ്ടി കാണാൻ പോണു. കാണുന്നതാണ് നമ്മുടെ ഡെൽമ മോള്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നടക്കാനായിട്ട് നമ്മുടെ കയ്യില് എന്താ പറയാ, പൂത്ത കാശൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വണ്ടി ഉണ്ട്. അപ്പൊ ആ വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്രയും ചെയ്യാം. അത്രയും വലിയ ഡെൽമ മോളാണത്. ഇത് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇത് കഴിയണില്ലല്ലോ. ഈ അറ്റം വരെയാണ് നമ്മുടെ ഈ മോള് കിടക്കുന്നത്.
ഇത് പഴയതാന്നല്ലേ പറഞ്ഞേ? പുതിയത് ഇറങ്ങാൻ ആ ഇതിനാണ്. അല്ലേ? പക്ഷെ ഇതിന് ഒക്കെ ഭയങ്കര റേറ്റ് ആവില്ലേ? ആണോ? പൊളി വണ്ടിയല്ലേ? ക്യാമറ കുഞ്ഞിക്ക് ഈ വണ്ടി ഇഷ്ടമായോ? ഫുള്ള് വീഡിയോ എടുത്തു. എനിക്ക് ഞാനിരിക്കണില്ല, എനിക്ക് വണ്ടിയുടെ ഒരു കുന്തറിയില്ല. ആ അന്റെ കുഞ്ഞാട്ടി വണ്ടി വെച്ചാൻ പോവാണോ? ആണോ? എവിടേക്ക് പോണേ? എവിടേക്ക് പോണേ വണ്ടി വെച്ചിട്ട്? എന്നാ പിന്നെ കൊല്ലങ്ങൾ കുറെ എടുക്കൂല കൊറ്റല്ലൂർ എത്തുമ്പോ? അങ്ങനെ ഉച്ചവരെ ഞങ്ങൾ വണ്ടി നോക്കലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് ഫ്രഷായി വീണ്ടും വൈകിട്ട് ഒരു വണ്ടിയും കൂടി നോക്കാനുള്ള പ്ലാനിങ്ങിലാട്ടോ. അത് നമ്മുടെ ടൊയോട്ടയുടെ ഏത് വണ്ടിയായിരുന്നു പേര് മറന്നുപോയി. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ടയേർഡായിരുന്നു, എന്നാലും കുഴപ്പമില്ല. വണ്ടി ഹണ്ടിങ് എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു ഇരിക്കുകയുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. കുഞ്ഞിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിന് ഈ ഇരിക്കണുള്ളൂ, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരിക്കും ഉറങ്ങുക. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഡിസ്കഷനായി ഏത് വണ്ടി എടുക്കും, എങ്ങനെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ടൊയോട്ടയുടെ റേസ് എന്ന് പറഞ്ഞിട്ട് വണ്ടി. ഈ വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വൈകിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയും കൂടി കാണാൻ പോകുമെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല കേട്ടോ, നല്ല ബഡ്ജറ്റിൽ, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റേറ്റും കാര്യങ്ങളൊക്കെയാണ്. നാട്ടിൽ പോയി വന്നിട്ട് വേണം ഇനി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നതായിരിക്കും. ടാറ്റാ.